ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്നത്തതിൽ നിന്നും വ്യത്യസ്തമായി വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് വായിക്കുവാനും മനസ്സിലാക്കുവാനും അത് സംസാരിക്കാനുമുള്ള ഒരു പ്രാക്ടീസാണ് ഇന്ന് നൽകുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ ഫ്രം ഇംഗ്ലീഷ് വിത്ത് എസ്. നിങ്ങൾ ആദ്യം തന്നെ കണ്ടതുപോലെ ഗോൾഡൻ എഗ് എന്ന ഒരു സ്റ്റോറിയിലൂടെ റീഡ് ചെയ്യാനും വായിക്കാനും ലിസൺ ചെയ്യാനും അത് ശ്രദ്ധിച്ചു മനസ്സിലാക്കാനും ഒപ്പം തന്നെ അതിലൂടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുവാനുമുള്ള ഒരു ചെറിയ ക്ലാസ്സാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ ആദ്യമേ ഞാൻ പറയുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. കഥയുടെ പേരാണ് ഗോൾഡൻ എഗ്. കഥയൊക്കെ നിങ്ങൾക്കറിയായിരിക്കാം. പരിചിതമായ ഒരു കഥ ഞാൻ തിരഞ്ഞെടുത്തത് പോലും നിങ്ങൾ ആ ഒരു രീതി അതിൽ വായിച്ചു പോകുമ്പോൾ പരിചിതമായ വാക്കുകളിലൂടെ കടന്നു പോകാനും അതെങ്ങനെ ഉപയോഗിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാനും കൂടി തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ കഥയിലേക്ക് കടക്കാം. വൺസ് അപ്പോൺ എ ടൈം എ ഫാമർ ഹാഡ് എ ഗൂസ് ദറ്റ് ലേഡ് എ ഗോൾഡൻ എഗ് എവ്രി ഡേ. ഇപ്പോൾ ഇവിടെ നോക്കൂ, വൺസ് അപ്പോൺ എ ടൈം. വൺസ് അപ്പോൺ എ ടൈം എന്നുള്ളത് ഒരിക്കൽ ഒരിടത്ത്. നമ്മൾ കഥ തുടങ്ങുമ്പോൾ ലോങ് എഗോ, വളരെ നാളുകൾക്ക് മുമ്പ്, വൺസ് അപ്പോൺ എ ടൈം, ഒരിക്കൽ ഒരിടത്ത്, ഇങ്ങനെയൊക്കെയുള്ള ഫ്രേസുകൾ ഉപയോഗിക്കാറുണ്ട്, ചെറിയ ചെറിയ വേർഡ്സുകൾ. അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കുക. വൺസ് അപ്പോൺ എ ടൈം എന്ന് പറയുമ്പം ഒരിക്കൽ, ഒരു കാലത്ത്, ഒരിടത്ത്, ലോങ് എഗോ എന്നൊക്കെ പറയുന്നത് പോലെയാണ്. അപ്പോൾ അത് നോട്ട് ചെയ്യുക. ഓക്കെ, മനസ്സിലാക്കുക. എ ഫാമർ ഹാഡ്, ആ വൺസ് അപ്പോൺ എ ടൈം എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം, പണ്ടൊരിടത്ത്, എവിടെയോ ഒരിടത്ത്, ഒരിക്കൽ ഇങ്ങനെ എന്നാണ്. അപ്പോൾ അതെന്താണ്, അതിൻ്റെ ഫോം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അല്ല, പണ്ടത്തതാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് വരുന്നതെല്ലാം പാസ്റ്റ് ടെൻസിലായിരിക്കും, അതായത് ഡെഡ് വെർബിലായിരിക്കും എല്ലാം വരുന്നത്. ഓക്കെ, അപ്പോൾ തന്നെ നോക്കൂ, എ ഫാമർ ഹാഡ് എ ഗൂസ്. എ ഫാമർ, ഒരു കൃഷിക്കാരന്, ഹാഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹാസ് ഹാവ് ഉണ്ട്, ഹാഡ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഹാസിൻ്റെയും ഹാവിൻ്റെയും ഡിഡ് ഫോം ആയിട്ടുള്ള ഹാഡ് എ ഗൂസ്, ഒരു ഗൂസ് ഉണ്ടായിരുന്നു. ഗൂസിന് നമുക്ക് വാത്ത എന്നാണ് മലയാളം, താറാവിനെ പോലെ, അരയന്നത്തിനെയൊക്കെ പോലെയുള്ള വാത്ത. അപ്പം ഒരു ഗൂസ് ഉണ്ടായിരുന്നു. എ ഫാർമർ ഹാഡ് എ ഗൂസ്. അപ്പോൾ ഇവിടെ മനസ്സിലായല്ലോ, പണ്ട് ഒരിടത്ത് ഒരു ഫാർമറിന് ഒരു വാത്ത ഉണ്ടായിരുന്നു. ഹാഡ്, ഒരു വാത്ത ഉണ്ടായിരുന്നു, ഗൂസ് ഉണ്ടായിരുന്നു. ദാറ്റ് ലൈഡ്, അവിടെ ദാറ്റ് എന്ന് പറയുന്നത് ആ ഗൂസ് ലൈഡ് ചെയ്തു. ലൈഡ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, ലേ എന്ന് പറഞ്ഞാൽ ഇടുക എന്നാണ്. ലേയുടെ പാസ്റ്റ് ടെൻസ് ആണ്, അല്ലെങ്കിൽ ഡിഡ് വെർബാണ്. അപ്പോൾ അതെന്താവും, ഇട്ടു എന്നാവും. എപ്പോഴും ആ ഗൂസ് ദാറ്റ് ലൈഡ് ഇട്ടിരുന്നു. എന്താണ്, ഇട്ടു അല്ലെങ്കിൽ ഇട്ടിരുന്നു. നമ്മളതൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ ആ ക്ലാസ്സുകളിലൂടെ ഒന്ന് നോക്കണേ. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യാം. ലൈഡ് എ ഗോൾഡൻ എഗ്, എന്തിട്ടു, ഒരു സ്വർണ്ണമുട്ട. എവ്രി ഡേ, എല്ലാ ദിവസവും. അപ്പോൾ നോക്കൂ, വൺസ് അപ്പോൺ എ ടൈം, ഒരിക്കൽ ഒരിടത്ത്, എ ഫാമർ, ഒരു കൃഷിക്കാരന്, ഹാഡ് എ ഗൂസ്, ഒരു വാത്തയുണ്ടായിരുന്നു. ദാറ്റ്, അത് ആ ഗൂസിനെയും ആ ലൈഡ് എ ഗോൾഡൻ എഗിനെയും കൂടെ ബന്ധിപ്പിക്കുന്നതാണ് ദാറ്റ്. അപ്പം അവിടെ ഒരു ഗൂസ് എന്നായതുകൊണ്ടാണ് ദാറ്റ് എന്ന് വന്നത്. ആ സമയത്ത് അവിടെ ഒരു രാജു എന്നൊരു പേരാണെങ്കിലോ ദാറ്റ് അല്ല വരുന്നത്, അവിടെ ഹൂ ആണ്. ഓക്കെ, അതായത് ഒരു മനുഷ്യനെ ബന്ധിപ്പിക്കുന്ന കാര്യം വരുമ്പോൾ അവിടെ ഹൂ വരും. പക്ഷെ ഒരു മൃഗത്തെയോ ഒരു സാധനത്തെയോ ഒക്കെ ബന്ധിപ്പിക്കുമ്പോൾ അവിടെ ദാറ്റ് വരും. അതിന് റിലേറ്റീവ് പ്രൊനൗൺ എന്നാണ് കേട്ടോ ഇംഗ്ലീഷിൽ പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണ്ട. ഇപ്പം ഹാഡ് എ ഗോൾഡൻ എഗ് എവ്രി ഡേ, എല്ലാ ദിവസവും. ഓക്കെ ആണല്ലോ. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ നോക്കൂ. വൺസ് അപ്പോൺ എ ടൈം എ ഫാമർ ഹാഡ് എ ഗൂസ് ദറ്റ് ലൈഡ് എ ഗോൾഡൻ എഗ് എവ്രി ഡേ. The farmer used to sell. The farmer used to sell. Used to എന്ന് പറഞ്ഞാൽ ഒരു കാര്യം മുമ്പത്തെ കാലത്ത്
തുടർച്ചയായിട്ട് നടക്കുന്നെങ്കിൽ അതവിടെ നമ്മൾ ഏത് കൊടുക്കും? യൂസ്ഡ് ടു കൊടുക്കും. അപ്പം ദ ഫാർമർ യൂസ്ഡ് ടു സെൽ എന്ന് പറഞ്ഞാൽ ഫാർമർ എല്ലാ ദിവസവും എപ്പോഴും എന്ത് ചെയ്യും? യൂസ്ഡ് ടു സെൽ, വിൽക്കുമായിരുന്നു. യൂസ്ഡ് ടു സെൽ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു വെർബിനോടൊപ്പം ഇപ്പം ബൈ, BUY, ബൈ. യൂസ്ഡ് ടു ബൈ, വാങ്ങുമായിരുന്നു. യൂസ്ഡ് ടു ഗോ, പോകുമായിരുന്നു. സ്ഥിരമായിട്ട് മുമ്പ് ചെയ്യുന്ന പ്രവൃത്തികളെ കാണിക്കാനാണ് യൂസ്ഡ് ടു ഉപയോഗിക്കുന്നത്. അപ്പം ഫാർമർ യൂസ്ഡ് ടു സെൽ ദാറ്റ് എഗ്, എപ്പോഴും വിൽക്കുമായിരുന്നു. എന്ത്? ദാറ്റ് എഗ്, ആ മുട്ട. ആൻഡ് ഏൺ എന്ന് വെച്ചാൽ എന്താ? സമ്പാദിക്കും. അപ്പം വിൽക്കും, സമ്പാദിക്കും. വിൽക്കുകയും സമ്പാദിക്കുകയും ചെയ്യുമായിരുന്നു. അവിടാണ് ആൻഡ് വരുന്നത്. ഓക്കെ. ഇനഫ് മണി, ഇനഫ് മണി എന്ന് വെച്ചാൽ മതിയാവോളം, ആവശ്യത്തിനുള്ള അത്രയും പണം, മണി. ടു മീറ്റ്, കൂട്ടിമുട്ടിക്കാൻ, അതായത് മുട്ടുക എന്നാണ്, നമ്മൾ കണ്ടുമുട്ടുക എന്നാണ് മീറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ടു മീറ്റ്, ചേർക്കാൻ അല്ലെങ്കിൽ യോജിപ്പിക്കാൻ. എന്ത് യോജിപ്പിക്കാൻ? ദെയർ, THEIR, ദെയർ എന്താണ്? അവരുടെ. THERE, ദെയർ എന്താണ്? അവിടെ. ഓക്കെ. THEIR, ദെയർ, അവരുടെ. ഫാമിലീസ്, ഫാമിലിയുടെ. ഫാമിലി ഇട്ടിട്ടൊരു അപ്പോസ്ട്രോഫിയാണ് കിടക്കുന്നത്. ഫാമിലിയുടെ. ബോയി അപ്പോസ്ട്രോഫിയസ് ഇട്ടാൽ ബോയ്സ്, ബോയിയുടെ. രാജു അപ്പോസ്ട്രോഫിയസ് ഇട്ടാൽ രാജുവിൻ്റെ. അപ്പോൾ ഫാമിലിയുടെ, അതായത് കുടുംബത്തിൻ്റെ. ഡേ ടു ഡേ നീഡ്സ്, ഡേ ടു ഡേ എന്ന് വെച്ചാൽ ദിവസം തോറുമുള്ള, ഓരോ ദിവസവുമുള്ള നീഡ്സ്, ആവശ്യങ്ങൾ. ഓക്കെ. അപ്പം ദ ഫാമർ യൂസ്ഡ് ടു സെൽ ദാറ്റ് എഗ്, ആ ഫാർമർ എന്ത് ചെയ്യും? എപ്പോഴും എന്ത് ചെയ്യും? യൂസ്ഡ് ടു സെൽ, വിൽക്കുമായിരുന്നു. ദാറ്റ് എഗ്, മുട്ടകൾ. എന്നിട്ടോ ആൻഡ് ഏൺ, സമ്പാദിക്കുമായിരുന്നു. ഇനഫ് മണി, ആവശ്യത്തിന് വേണ്ട പണം. ടു മീറ്റ്, കൂട്ടിമുട്ടിക്കാൻ. എന്താണ്? their families day to day needs. അവിടെ ദിവസം തോറുമുള്ള കുടുംബത്തിൻ്റെ ഡേ ടു ഡേ നീഡ്സ്, ആവശ്യങ്ങളെ എന്ത് ചെയ്യാൻ? യോജിപ്പിക്കാൻ, അല്ലെങ്കിൽ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ. ഓക്കെ. എന്ത് ചെയ്യും? ഈ ഫാർമർ ആ മുട്ട വിൽക്കുകയും പൈസ സമ്പാദിക്കുകയും ചെയ്യുമായിരുന്നു. ഓക്കെ. ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ നോക്കൂ. വൺസ് അപ്പോൺ എ ടൈം എ ഫാമർ ഹാഡ് എ ഗൂസ് ദറ്റ് ലേഡ് എ ഗോൾഡൻ എഗ് എവറി ഡേ. The farmer used to sell that egg and earn enough money to meet their family's day-to-day needs. Okay, ഇനി നമുക്ക് അടുത്ത സെന്റൻസിലേക്ക് പോകാം. One day the farmer thought that if he could get more such golden eggs and make a lot of money and become a wealthy person, the farmer decided to cut the goose and remove all the golden eggs from its stomach. One day, ഒരു ദിവസം, the farmer thought, farmer ചിന്തിച്ചു, that, എന്താ ചിന്തിച്ച? if he could get, എനിക്ക് അല്ലെങ്കിൽ അവന് കിട്ടുമായിരുന്നെങ്കിൽ, ഇഫ് ഹി കുഡ് ഗെറ്റ്, കിട്ടാൻ പറ്റുമെങ്കിൽ. ഇഫ് എന്ന് വെച്ചാൽ എങ്കിൽ എന്നാണ്. ഓക്കെ. അപ്പോൾ വൺ ഡേ, ഒരു ദിവസം, അതറിയാലോ. ദ ഫാമർ തോട്ട്, ആ കൃഷിക്കാരൻ. ദ ഫാമർ എന്ന് പറയുമ്പോൾ ആ കൃഷിക്കാരൻ. ഇപ്പം നമ്മൾ ആദ്യം പറയുന്നത് ദേ ഫാമറാണ്, ഒരു കൃഷിക്കാരനാണ്. പക്ഷേ ആ കൃഷിക്കാരനെ പറ്റി എടുത്തു പറയുന്നിടത്ത് നമ്മൾ ഇനി പറയുമ്പം ദ ഫാമർ എന്നേ പറയുള്ളൂ. അപ്പം എ ആൻഡ് ദ ഇവയുടെയൊക്കെ ഉപയോഗങ്ങൾ ഞാൻ എൻ്റെ ചാനലിൽ മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സൊക്കെ കണ്ടിട്ടില്ലാത്തവർ കാണും. ഒപ്പം തന്നെ നമ്മുടെ വളരെ എളുപ്പ വഴികളുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സിനെ പറ്റി കൂടുതൽ അറിയേണ്ടവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നോക്കൂ. ദ ഫാമർ, അതായത് ആ കൃഷിക്കാരൻ, നമ്മൾ മുമ്പേ പറഞ്ഞ കൃഷിക്കാരൻ, തോട്ട്, ചിന്തിച്ചു. തോട്ട് ദാറ്റ്, അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു. എങ്ങനെയാണ്? ഇഫ് ഹി കുഡ് ഗെറ്റ്, അവന് കിട്ടിയെങ്കിൽ. ഇഫ് എന്ന് വെച്ചാൽ എങ്കിലെന്നാണ്.
കുഡ് ഗെറ്റ് എന്ന് വെച്ചാൽ കിട്ടിയെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ഇഫ് വെച്ചിട്ട് നമ്മൾ പഠിക്കാനുള്ള ഇഫിൻ്റെ പ്രയോഗങ്ങളൊക്കെ ക്ലാസ് മുമ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇഫ് ഞാൻ പഠിച്ചാൽ പരീക്ഷയിൽ ജയിക്കും, ഞാൻ പഠിച്ചിരുന്നെങ്കിൽ പരീക്ഷയിൽ ജയിച്ചേനെ, അങ്ങനെ. അപ്പം ഇവിടെ പറയുന്നത് ഇഫ് ഹി കുഡ് ഗെറ്റ് മോർ സച്ച് ഗോൾഡൻ എഗ്സ്, മുമ്പേ നമ്മൾ പറഞ്ഞ പോലത്തുള്ള സ്വർണ്ണ മുട്ടകൾ കിട്ടിയാൽ, കുഡ് ഗെറ്റ് കൂടുതൽ കിട്ടിയാൽ, ആൻഡ് മേക്ക് എ ലോട്ട് ഓഫ് മണി, ആൻഡ് മേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ എന്ത്, എ ലോട്ട് ഓഫ് ധാരാളം, ലോട്ട്സ് എന്ന് വെച്ചാൽ ധാരാളം എന്നാണ്, ലോട്ട് ഓഫ് എന്ന് വെച്ചാൽ ധാരാളം എന്നാണ്, എ ലോട്ട് ഓഫ് എന്ന് വെച്ചാൽ ധാരാളം എന്നാണ്. ഓക്കെ, എ ലോട്ട് ഓഫ് മണി ധാരാളം പണം, ആൻഡ് ബിക്കം എന്നിട്ട് ആയിത്തീരും, ബിക്കം ആയിത്തീരുക, എ വെൽത്തി പേഴ്സൺ വെൽത്തുള്ള സമ്പന്നനായ ഒരു വ്യക്തിയായിത്തീരുക. മനസ്സിലായോ? നോക്കൂ, വൺ ഡേ ദ ഫാമർ തോട്ട് ദാറ്റ്, ഫാർമർ ചിന്തിച്ചു, ഇഫ് ഹി കുഡ് ഗെറ്റ് മോർ സച്ച് ഗോൾഡൻ എഗ്സ്, ഇങ്ങനെയുള്ള കുറേ പൊന്മുട്ടകൾ കിട്ടിയാൽ, ആൻഡ് മേക്ക് എ ലോട്ട് ഓഫ് മണി ഒത്തിരി കാശുണ്ടാക്കാനും, ആൻഡ് ബിക്കം എ വെൽത്തി പേഴ്സൺ അങ്ങനെ എന്തായി തീരണം, ഒരു പണക്കാരനായ വ്യക്തിയായിട്ട് മാറണം. ഓക്കെ, അപ്പോഴത്തേനോ ദ ഫാമർ, ആ ഫാമർ അല്ലെങ്കിൽ ആ കൃഷിക്കാരൻ ഡിസൈഡഡ് ടു കട്ട്, എന്ത് ചെയ്തു, ഡിസൈഡഡ് തീരുമാനിച്ചു, ടു കട്ട് മുറിക്കാൻ. ഈ ടു എന്ന വാക്ക്, ടു എന്ന പ്രിപ്പസിഷൻ എവിടെയെങ്കിലും ചേർന്ന് വരുമ്പം അതിനോടൊത്തു വരുന്ന വെർബ്, ഇപ്പൊ ടു ഗോ പോകാൻ, ടു ജമ്പ് ചാടാൻ, ടു സ്പീക്ക് സംസാരിക്കാൻ, ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത്, അതായത് അവിടെ സ്റ്റോപ്പില്ല, ഇൻഫിനിറ്റ് ആയിട്ട് അങ്ങ് പോവാ. ടു ഗോ പോകാൻ എന്ന് വെച്ചാൽ നിർത്തലില്ലല്ലോ, പോകാൻ പറഞ്ഞു, വായിക്കാൻ പറഞ്ഞു, ടു റീഡ്, ടു റൈറ്റ് എഴുതാൻ. അപ്പോൾ ടു കട്ട് മുറിക്കാൻ, ഡിസൈഡഡ് തീരുമാനിച്ചു. ദ ഗൂസ് എന്തിനെ, ഗൂസിനെ. ആൻഡ് റിമൂവ് എന്നിട്ട് റിമൂവ് ചെയ്യാൻ, നീക്കം ചെയ്യണം. എന്താണ്, ഓൾ ദ ഗോൾഡൻ എഗ്സ് എല്ലാ ഗോൾഡൻ എഗ്ഗും എല്ലാ പൊന്മുട്ടകളും, ഫ്രം നിന്ന്, ഇറ്റ്സ് സ്റ്റൊമക്ക്, ഇറ്റ്സ് എന്താണ്, അതിൻ്റെ, സ്റ്റൊമക്ക് വയറ്റിൽ നിന്ന് നീക്കം ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ നോക്കൂ, ഗോൾഡൻ എഗ്സ്, ഓൾ ദ ഗോൾഡൻ എഗ്സ്, ഫ്രം നിന്ന് എന്നാണ്. ടു എന്ന് പറഞ്ഞാലോ അങ്ങോട്ട്, ലേക്ക്, അതായത് ഫ്രം എന്ന് പറയുമ്പോൾ ഒരു സാധനമായി, ഐ ടേക്ക് ദ ബാഗ് ഫ്രം ദ ടേബിൾ, ഞാൻ ടേബിളിൽ നിന്ന് ബാഗ് എടുക്കുന്നു. അപ്പം ആ എന്താണ്, ആ ഫ്രമിൻ്റെ ഉപയോഗം മനസ്സിലാക്കുക. ഫ്രം ഇറ്റ്സ് അതിൻ്റെ, സ്റ്റൊമക്ക് വയറിൽ നിന്ന്. മനസ്സിലായോ? അതായത് ദ ഫാമർ ഡിസൈഡഡ് ടു കട്ട് ദ ഗൂസ്, ഫാമർ ഗൂസിനെ മുറിക്കാൻ തീരുമാനിച്ചു. ആൻഡ് റിമൂവ് നീക്കം ചെയ്യാനും, ഓൾ ദ ഗോൾഡൻ എഗ്സ് എല്ലാ പൊന്മുട്ടകളും, ഫ്രം ഇറ്റ്സ് സ്റ്റൊമക്ക് അതിൻ്റെ വയറിൽ നിന്നും. മനസ്സിലായി കാണുമല്ലോ. അപ്പം എന്താണ്, വൺ ഡേ ദ ഫാമർ തോട്ട് ദാറ്റ് ഇഫ് ഹി കുഡ് ഗെറ്റ് മോർ സച്ച് ഗോൾഡൻ എഗ്സ് ആൻഡ് മേക്ക് എ ലോട്ട് ഓഫ് മണി ആൻഡ് ബിക്കം എ വെൽത്തി പേഴ്സൺ, ദ ഫാമർ ഡിസൈഡഡ് to cut the goose and remove all the golden eggs from its stomach. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ മനസ്സിലാക്കാം. വൺ ഡേ ദ ഫാമർ തോട്ട്, ഒരു ദിവസം ഫാർമർ ചിന്തിച്ചു. അപ്പം ഞാൻ ചോദിക്കുകയാണ് വാട്ട്, അപ്പോൾ ഫാമർ എന്താ ചിന്തിച്ചത് എന്നെങ്ങനെ ചോദിക്കാം. തോട്ടെന്നുള്ളത് THOUGHT, തോട്ടെന്നുള്ളത് തിങ്കിൻ്റെ ഡിഡ് ഫോം ആണ്. അപ്പം എന്താണ് ചിന്തിച്ചത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വാട്ട് എഴുതുക, തോട്ടിനകത്തു നിന്നുള്ള ഡിഡ് പുറത്തെടുക്കുക. വാട്ട് ഡിഡ് ദ ഫാർമർ തിങ്ക്? What did the farmer think? The farmer thought that if he could get more such golden eggs and make a lot of money and become a wealthy person. അപ്പോൾ അടുത്തൊരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കൂ. The farmer decided. The farmer തീരുമാനിച്ചു. അപ്പോൾ അവിടെ എങ്ങനെ ചോദിക്കാം? തന്നെത്താനെ ഒന്ന് പറഞ്ഞു നോക്കൂ. What did the farmer decide? The farmer decided to cut the goose and remove all the golden eggs from its stomach.
വളരെ സാവധാനത്തിൽ ഞാൻ പറഞ്ഞു പോകുന്നത് നിങ്ങൾക്കിത് പെട്ടെന്ന് നന്നായിട്ട് മനസ്സിലാക്കാനാണ്. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾ ഈ കഥകളിൽ നിന്ന് ശേഖരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് തലയിലേക്ക് കയറും. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ബാലൻസ് നോക്കൂ. ഓക്കെ, പിന്നെന്ത് സംഭവിച്ചു നോക്കൂ. As soon as he killed the bird and opened the goose's stomach, he found no eggs. The foolish farmer realized he had destroyed their last resource out of greed. Then നോക്കൂ എന്ത് സംഭവിച്ചേ. ആസ് സൂൺ ആസ് എന്ന് വെച്ചാൽ പെട്ടെന്നാണ്. അതായത് അതൊരു പദപ്രയോഗമാണ്. ആസ് വെൽ ആസ് സൂൺ ആസ്, എയ്തർ ഓർ, നെയ്തർ നോർ. ഇതും ക്ലാസ്സുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതൊക്കെ ഒന്ന് നോക്കണേ. അപ്പം വളരെ പെട്ടെന്ന് അദ്ദേഹം എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ ഹി കിൽഡ് ദ ബേർഡ്, അവൻ കില്ല് ചെയ്തു, കൊന്നു. ദ ബേർഡ്, ആ പക്ഷിയെ. ഏത് പക്ഷിയെ? നമ്മുടെ ഗൂസിനെ, വാത്തെ. കിൽഡ്, അവിടെയും കണ്ടോ ഡിഡ് വെർബാണ്. കില്ലിൻ്റെ പാസ്റ്റ് ഫോമായ ഡിഡ് വെർബാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റോറിയിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പണ്ട് നടന്ന കാര്യങ്ങളാവുമ്പോൾ അവിടെ എപ്പോഴും എന്തായിരിക്കും? ഡിഡ് വെർബായിരിക്കും. ഹി കിൽഡ് ദ ബേർഡ്, ആ പക്ഷിയെ കൊന്നു. ആൻഡ് ഓപ്പൺഡ്, എന്നിട്ട് എന്ത് ചെയ്തു? ഓപ്പൺ ചെയ്തു. ദ ഗൂസ് സ്റ്റൊമക്ക്, ഗൂസിൻ്റെ സ്റ്റൊമക്ക്, വയറ്. ഞാൻ ഇംഗ്ലീഷ് ചേർത്ത് പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടാനാണ്. ആസ് സൂൺ ആസ് ഹി കിൽഡ് ദ ബേർഡ്, പെട്ടെന്ന് അദ്ദേഹം ആ പക്ഷിയെ കൊന്നു. ആൻഡ് ഓപ്പൺഡ്, അത് തുറന്നു. എന്ത്? ദ ഗൂസ് സ്റ്റൊമക്ക്, ഗൂസിൻ്റെ വയറ്. ഹി ഫൗണ്ട്, അവൻ കണ്ടുപിടിച്ചു. ഫൈൻഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഫൗണ്ട്. നോ എഗ്സ്, ഒരൊറ്റ മുട്ട പോലും. നോ എഗ്സ് എന്ന് വെച്ചാൽ എഗ്ഗേ ഇല്ല, ഒന്നുമില്ല. അപ്പൊ എന്താ സംഭവിച്ചത്? ആസ് സൂൺ ആസ് ഹി കിൽഡ് ദ ബേർഡ്, അയാൾ എന്ത് ചെയ്തു? ആ ബേർഡിനെ കൊന്നു. ആൻഡ് ഓപ്പൺഡ് ദ ഗൂസ് സ്റ്റൊമക്ക്, ഗൂസിൻ്റെ വയറ് തുറന്നു. ഹി ഫൗണ്ട് നോ എഗ്സ്, അവൻ കണ്ടുപിടിച്ചു മുട്ടയൊന്നും ഇല്ലെന്ന് കണ്ടുപിടിച്ചു. ഒറ്റ മുട്ടയും അതിലില്ല. ദ ഫൂളിഷ് ഫാമർ, ഫൂളിഷ് ഫാമർ എന്ന് പറഞ്ഞാൽ വിഡ്ഢിയായ കൃഷിക്കാരൻ. ഇൻ്റലിജൻറ്റ് ബോയ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമാനായ കുട്ടി. നോക്കൂ, ഓൾഡ് മാൻ, വയസ്സനായ മനുഷ്യൻ. ഓക്കെ, ബ്യൂട്ടിഫുൾ ഗേൾ, സുന്ദരിയായ പെൺകുട്ടി. അപ്പം ഇങ്ങനെ ഒരു പദം ഒരു മറ്റൊരു നൗണിൻ്റെ കൂടെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല പല രീതിയിലുള്ള, ഇപ്പോൾ റെഡ് റോസ്, എന്താണ്? ചുവന്ന റോസാപ്പൂ. ഓക്കെ, അങ്ങനെയുള്ള വേർഡുകൾ നമ്മൾ അങ്ങനെ മനസ്സിലാക്കി പോവാം. അപ്പം ഇവിടെ ദ ഫൂളിഷ് ഫാമർ, വിഡ്ഢിയായ കൃഷിക്കാരൻ, റിയലൈസ്ഡ്, മനസ്സിലാക്കി. ദേ ഹാഡ് ഡിസ്ട്രോയ്ഡ്, ദേ, അവരെന്ത് ചെയ്തു? ഹീ, അവരെന്ത് ചെയ്തു? ഹാഡ് ഡിസ്ട്രോയിഡ്, നശിപ്പിച്ചു. ഹാഡ് ഡിസ്ട്രോയിഡ്, നശിപ്പിക്കുകയായിരുന്നു. ഹാഡ് ഡിസ്ട്രോയിഡ് ദെയർ, THEIR, ദെയർ. ഓർക്കുക, കഴിഞ്ഞ ഇതിൽ ഞാൻ പറഞ്ഞു THERE ദെയർ, അവിടെ നിന്നാണെങ്കിൽ THEIR ദെയർ, അവരുടെ. ലാസ്റ്റ് റിസോഴ്സ്, അവസാന ആശ്രയം. ഔട്ട് ഓഫ് ഗ്രീഡ്, ഔട്ട് ഓഫ് ഗ്രീഡ് എന്ന് വെച്ചാൽ അത്യാഗ്രഹം കൊണ്ട്. അദ്ദേഹം, ആ വിഡ്ഢിയായ കൃഷിക്കാരന് മനസ്സിലായി തൻ്റെ അത്യാഗ്രഹം കൊണ്ട് അവരുടെ അവസാന ആശ്രയവും സ്വയം അവർ നശിപ്പിച്ചു എന്ന് ഫൂളിഷ് ഫാർമറിന് മനസ്സിലായി. അപ്പൊ നോക്കൂ, ആസ് സൂൺ ആസ് ഹി കിൽഡ് ദ ബേർഡ് ആൻഡ് ഓപ്പൺഡ് ദ ഗൂസ് സ്റ്റൊമക്ക്, പെട്ടെന്ന് തന്നെ അയാൾ ആ ബേർഡിനെ കൊന്ന് ആ ഗൂസിൻ്റെ സ്റ്റൊമക്ക് ഓപ്പൺ ചെയ്തു. ഹി ഫൗണ്ട് നോ എഗ്സ്, അയാൾക്ക് അവിടെ ഒരു മുട്ടയും കാണാനായില്ല. ദ ഫൂളിഷ് ഫാമർ റിയലൈസ്ഡ്, ആ വിധിയായ കൃഷിക്കാരൻ മനസ്സിലാക്കി. ദേ ഹാഡ് ഡിസ്ട്രോയിഡ്, അവർ നശിപ്പിക്കുകയായിരുന്നു. ദെയർ ലാസ്റ്റ് റിസോഴ്സ് ഔട്ട് ഓഫ് ഗ്രീഡ്, അത്യാഗ്രഹം കൊണ്ട് അവരുടെ അവസാന ആശ്രയവും അവർ നശിപ്പിക്കുകയായിരുന്നു എന്ന് ആ ഫൂളിഷ് ഫാമർ മനസ്സിലാക്കി. അപ്പൊ ഇതാണ് കഥ. പക്ഷേ കഥയാണെങ്കിൽ പോലും ഇത് കഥയാണെങ്കിൽ പോലും എന്താണ്, ഇതിലൊരു മോറലുണ്ട്. അപ്പൊ നമുക്ക് ആ മോറലൂടെ നോക്കാം. എന്നിട്ട് നമുക്കിത് മൊത്തത്തിൽ ഒന്നുകൂടെ നോക്കാം. ഓക്കെ, ആ മോറൽ നോക്കൂ.
എന്താണ് ഇവിടുത്തെ മോറൽ? ഗ്രീഡ് ഡിസ്ട്രോയിസ് യുവർ റിസോഴ്സസ്. ഗ്രീഡ് അത്യാഗ്രഹം, ഡിസ്ട്രോയിസ് നശിപ്പിക്കുന്നു, യുവർ റിസോഴ്സസ് നിങ്ങളുടെ ആശ്രയങ്ങളെ. അതായത് നമുക്ക് അത്യാഗ്രഹം കൂടുമ്പോൾ നമ്മുടെ എല്ലാം നഷ്ടപ്പെടും എന്ന ഒരു വലിയ ഒരു ഗ്രേറ്റ് മോറലാണ് നമുക്ക് ഈ കഥയിൽ നിന്നും മനസ്സിലാകുന്നത്. ഇനി നമുക്ക് ഈ സ്റ്റോറി മൊത്തത്തിലൊന്ന് നോക്കൂ. ദ ഗോൾഡൻ എഗ്, സ്വർണ്ണ മുട്ട. വൺസ് അപ്പോൺ എ ടൈം, ഒരിക്കലൊരിടത്ത് ഒരു സമയത്ത്, എ ഫാമർ ഹാഡ് എ ഗൂസ്, ഒരു കൃഷിക്കാരൻ ഒരു ഗൂസ് ഉണ്ടായിരുന്നു. ദാറ്റ് ലൈഡ് എ ഗോൾഡൻ എഗ് എവറി ഡേ, അത് എല്ലാ ദിവസവും ഒരു സ്വർണ്ണമുട്ട ഇടുമായിരുന്നു. ലേയുടെ പാസ്റ്റാണ് ഇടുക, ഇട്ടു. ദ ഫാമർ യൂസ്ഡ് ടു സെൽ ദാറ്റ് എഗ് ആൻഡ് ഏൺ. ആ ഫാമർ ആ മുട്ട എന്തു ചെയ്യും? എപ്പോഴും സെല്ല് ചെയ്യും, വിൽക്കുമായിരുന്നു. യൂസ്ഡ് ടു സെൽ എന്ന് വെച്ചാൽ സ്ഥിരമായി വിൽക്കുമായിരുന്നു. ആൻഡ് ഏൺ, എന്നിട്ട് സമ്പാദിക്കുമായിരുന്നു. എനഫ് മണി, എന്താണ്? ആവശ്യമുള്ളത്ര പണം. ടു മീറ്റ് ദെയർ ഫാമിലീസ്, അവരുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ. ഡേ ടു ഡേ നീഡ്സ്, എല്ലാ ദിവസവുമുള്ള കാര്യങ്ങൾ. വൺ ഡേ ദ ഫാമർ തോട്ട് ദാറ്റ്, ഒരു ദിവസം ആ കൃഷിക്കാരൻ, നിങ്ങൾ നോക്കൂ, ആദ്യത്തെ സെൻറ്റൻസിൽ എ ഫാമർ എന്നാണ് പറഞ്ഞത്. രണ്ടാമത് ഇപ്പോൾ വന്നപ്പോൾ നോക്കൂ, രണ്ടാമത്തെ സെൻറ്റൻസിലും ദ ഫാമറാണ്, ഇപ്പോഴും ദ ഫാമറാണ്. അപ്പോൾ എ ഫാമർ എന്ന് പറയുമ്പോൾ ഒരു കൃഷിക്കാരൻ, ഏതോ ഒരു കൃഷിക്കാരൻ, നമുക്കറിയത്തില്ല, ഏതോ ഒരു കൃഷിക്കാരൻ. രണ്ടാമത് പറയുന്നത് ആ കൃഷിക്കാരൻ, അതായത് ദ ഫാമർ, അതായത് ആ പർട്ടിക്കുലർ കൃഷിക്കാരൻ എന്ന് പറയുമ്പം നമ്മൾ മുമ്പ് പറഞ്ഞ കൃഷിക്കാരൻ, ദ ചേർക്കുന്നത് പർട്ടിക്കുലർ ആയിട്ടുള്ള എടുത്തു പറയുന്ന ഒരാ കാര്യത്തെ പറയുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ വൺ ഡേ ദ ഫാമർ തോട്ട് ദാറ്റ്, ഫാമർ ചിന്തിച്ചു, ദാറ്റ് ഇഫ് യു കുഡ് ഗെറ്റ് മോർ സച്ച് ഗോൾഡൻ എഗ്സ്, അങ്ങനെ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള കൂടുതൽ സ്വർണ്ണ മുട്ടകൾ കിട്ടിയാൽ, പൊന്മുട്ടകൾ കിട്ടിയാൽ, ആൻഡ് മേക്ക് എ ലോട്ട് ഓഫ് മണി, ധാരാളം പണം ഉണ്ടാക്കുകയും ചെയ്താൽ, ഇഫ് എന്ന് വെച്ചാൽ എങ്കിൽ എന്നാണ്. ഓക്കെ, ആൻഡ് ബിക്കം എ വെൽത്തി പേഴ്സൺ, എന്താക്കാൻ പറ്റും? ഒരു വലിയ വെൽത്തിയായ, സമ്പന്നനായ പേഴ്സൺ, വ്യക്തിയാകാൻ പറ്റും. ദ ഫാമർ ഡിസൈഡഡ്, ഫാമർ കൃഷിക്കാരൻ, ഡിസൈഡഡ് തീരുമാനിച്ചു. ഡിസൈഡിൻ്റെ ഡിഡ് വെർബാണ്, അല്ലെങ്കിൽ പാസ്റ്റ് ഫോമാണ് ഡിസൈഡഡ്. ടു കട്ട്, മുറിക്കാൻ. ടു കട്ട്, മുറിക്കാൻ. അവിടെ ടു വെച്ചിട്ടുള്ളത് ശ്രദ്ധിക്കുക. ദ ഗൂസ്, ആ വാത്തയെ, ഇപ്പം ആദ്യം എ ഗൂസാണ് പറഞ്ഞത്, ഇപ്പോൾ അത് ദ ഗൂസായി. ഓക്കെ, ആൻഡ് റിമൂവ് all the golden eggs from its stomach. all the golden eggs, എല്ലാ പൊന്മുട്ടകളും, ഫ്രം നിന്ന്, ഇറ്റ്സ് സ്റ്റൊമക്ക്, അതിൻ്റെ വയറിൽ നിന്ന് നീക്കം ചെയ്യാൻ ആ കൃഷിക്കാരൻ തീരുമാനിച്ചു. ആസ് സൂൺ ആസ്, പെട്ടെന്ന് തന്നെ, ആസ് they killed the bird, he killed the bird, അദ്ദേഹം ആ പക്ഷിയെ കൊന്നു. ആൻഡ് ഓപ്പൺഡ്, എന്നിട്ട് തുറന്നു, ദ ഗൂസ് സ്റ്റൊമക്ക്, ആ വാത്തയുടെ വയറ്. അയാൾ എന്താ ചെയ്തത്? അയാൾ കിൽഡ്, കില്ലിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് കിൽഡ്, ദ ബേർഡ്, ആൻഡ് ഓപ്പൺഡ്, ഓപ്പണിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഓപ്പൺഡ്. അപ്പോൾ കൊന്നിട്ട് അതിൻ്റെ വയറ് തുറന്ന് പൊന്മുട്ടകൾ എടുക്കാൻ തീരുമാനിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്ത്? അതിനെ കൊന്നിട്ട് വയറ് തുറന്നു. ഹി ഫൗണ്ട് നോ എഗ്സ്, ഒരൊറ്റ മുട്ട പോലും അദ്ദേഹം അതിനെ കണ്ടില്ല. ദ ഫൂളിഷ് ഫാമർ, ആ വിഡ്ഢിയായ കൃഷിക്കാരൻ. അപ്പം പറഞ്ഞത് ഓർമ്മിക്കുക, ഫൂളിഷ് ഫാമർ, ഹാൻസം ബോയ്, ബ്യൂട്ടിഫുൾ ഗേൾ, ബ്രില്യൻ ബോയ്. ഇപ്പോൾ ഒരു അഡ്ജക്റ്റീവ് എന്ന് പറയും അതിന്, ഈ ഫൂളിഷ് എന്ന് പറഞ്ഞത്. അതായത് ഒരു ആളെ വിശേഷിപ്പിക്കുകയാണ് ഇവിടെ. ഇപ്പോൾ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറയുമ്പോൾ ആ ഗേളിനെ വിശേഷിപ്പിച്ചു, അപ്പോൾ ബ്യൂട്ടിഫുൾ അഡ്ജക്റ്റീവാണ്, ഡിസ്ക്രൈബിങ് വേർഡാണ്. ഓക്കെ, അതായത് ഗേളിനെ വിവരിക്കുന്ന വേർഡാണ്. അതുപോലെ ഹാൻസം ബോയ്, സുന്ദരനായ ബോയ്. അപ്പം എന്താണ്? ഹാൻസം അവിടുത്തെ അഡ്ജക്റ്റീവാണ്. ഓക്കെ, അങ്ങനെ അത് ശ്രദ്ധിക്കുക. ദ ഫൂളിഷ് ഫാമർ റിയലൈസ്ഡ്,
മനസ്സിലാക്കി. റിയലൈസിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് റിയലൈസ്ഡ്, മനസ്സിലാക്കി. അപ്പോൾ സ്റ്റോറി എഴുതുന്നതൂടെ ശ്രദ്ധിക്കാം. ദേ ഹാഡ് ഡിസ്ട്രോയിഡ് എന്ന് പറയുമ്പോൾ അതെന്തായി നോക്കൂ, അത് പാസ്റ്റ് പെർഫെക്റ്റ് ഫോമാണ്. ഹാഡ് ഡിസ്ട്രോയിഡ്, അവർ നശിപ്പിച്ച് കളഞ്ഞു. എന്തിനാ? ദെയർ, അവരുടെ, ലാസ്റ്റ് റിസോഴ്സ്, അവസാന ആശ്രയവും, ഔട്ട് ഓഫ് ഗ്രീഡിലൂടെ നശിപ്പിച്ചു കളഞ്ഞു. അപ്പം നമുക്കിതിൽ നിന്ന് എന്ത് മോറലാണ് കിട്ടുന്നത്? മോറൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ആ ഒരു നമുക്ക് കിട്ടുന്ന മൂല്യം എന്താണ്, അതിനകത്ത് നിന്ന് കിട്ടുന്ന ഒരു അറിവ്, അത് പ്രധാനപ്പെട്ട ഒരു സംഭവം, അതെന്താണ്, അതിൻ്റെ ആ ഒരു ധാർമ്മികത എന്താണെന്നുള്ളത്. എന്താണ്? ഗ്രീഡ്, അത്യാഗ്രഹം, ഡിസ്ട്രോയ്സ്, നശിപ്പിക്കുന്നു, യുവർ റിസോഴ്സ്, നിങ്ങളുടെ ആശ്രയങ്ങളെല്ലാം. ഓക്കെ, അപ്പോൾ നോക്കൂ, ഒന്നുകൂടെ ഞാൻ വായിക്കാം. ദ ഗോൾഡൻ എഗ്. Once upon a time, a farmer had a goose that laid a golden egg every day. The farmer used to sell that egg and earned enough money to meet their family's day-to-day needs. One day, the farmer thought that if he could get more such golden eggs and make a lot of money and become a wealthy person, the farmer decided to cut the goose and remove all the golden eggs from its stomach. As soon as they killed the bird and opened the goose's stomach, they found no eggs. The foolish farmer realized they had destroyed their last resource out of greed. Then moral, greed destroys your resource. ഓക്കെ, അപ്പം ഇതിനകത്തുനിന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഫൂളിഷ് ഫാം എന്ന് പറഞ്ഞ പോലെ മറ്റൊരു അഡ്ജക്റ്റീവാണ് ഗോൾഡൻ എഗ്. അവിടെ എഗ്ഗിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡാണ് ഗോൾഡൻ. അതുകൊണ്ട് അതിനെ നമുക്ക് അഡ്ജക്റ്റീവ് എന്ന് പറയാം. എഗ്ഗ് നൗണാണ്, അതായത് ഒരു പേരാണ്. അപ്പം അതിനെ വിശേഷിപ്പിക്കുന്നതാണ് ഗോൾഡൻ, സ്വർണ്ണ നിറത്തിലുള്ള എഗ്ഗ്, പൊന്മുട്ട. അപ്പം പൊന്നിനെ പോലുള്ള മുട്ടയാണല്ലോ പൊന്മുട്ട, പൊന്നിൻ്റെ മുട്ട. ഓക്കെ, അപ്പം ഗോൾഡൻ എഗ്ഗ്. ഇവിടെ നമ്മൾ ഒത്തിരി വേർബുകൾ പഠിച്ചു. ഹാഡ്, ലൈറ്റ്, ദെൻ യൂസ്റ്റുവിൻ്റെ ഉപയോഗം മനസ്സിലായല്ലോ. പണ്ട് നടക്കുന്ന, സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് യൂസ്ഡ് ടു യൂസ് ചെയ്തിട്ട് പറയാം. പിന്നെയോ ടു ഉപയോഗിക്കുമ്പോൾ ഇവിടെ കണ്ടല്ലോ, ടു മീറ്റ്, ടു കട്ട്. ടു ഉപയോഗിക്കുമ്പം അതിൻ്റെ കൂടെ വെർബിൻ്റെ റൂട്ട് ഫോം മാത്രമേ പാടുള്ളൂ. മീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ യോജിപ്പിക്കാൻ, അതുപോലെ കട്ട് ചെയ്യാൻ, പോകാൻ, ടു ഗോ, വരാൻ, ടു കം, ഉറങ്ങാൻ, ടു സ്ലീപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ സ്റ്റോറി എഴുതുമ്പോൾ എപ്പോഴും ഡെഡ് വെർബ് ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ഒത്തിരി വേർബ്സ് പഠിച്ചു. ആ വേർബ്സിനെ എല്ലാം നിങ്ങൾ എടുത്തെഴുതി നോക്കുക. അപ്പം നിങ്ങൾക്കതെല്ലാം അറിയാവുന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ഇങ്ങനെ വായിക്കാനും അതുപോലെ മനസ്സിലാക്കാനും സംസാരിക്കാനും പഠിക്കാനുള്ള ക്ലാസ്സുകളും നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ലഭ്യമാണ്. പേഴ്സണൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളെ പറ്റി അറിയേണ്ടവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഒപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുകയും എന്നങ്ങൾ ലൈക്ക് കൊടുത്ത് കണ്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. Thank you for watching. Signing off.